നല്ല കാറ്റും തണുപ്പും ദുബായിൽ വന്നിട്ട് 30-ാം തീയതിയാണ് അനുഭവിക്കാൻ പറ്റിയത്. ഞാനിവിടെ ദുബായിലെ മാരിയറ്റ് മാർക്വസ് ക്രീക്കിലാണ് നിൽക്കുന്നത്. നമ്മൾ രാത്രി ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. സോ ഓൾമോസ്റ്റ് അറൌണ്ട് 10-10:30 PM. ഭൂമി ബേബി ദേ ഹാപ്പി സോക്സ് ഒക്കെ ഇട്ട് അവനാണെങ്കിൽ ഭയങ്കര ഇട്ട് കാറ്റ് അടിച്ചു പൊളിച്ച് ഇരിക്കുകയാണ്. പ്രാവ് ഇത്രയും നേരമായിട്ട് അവൻ പ്രശ്നമേ ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇവിടെ ഒരാള് പുള്ളിയാണ് നമ്മളെ താഴെ കൊണ്ടുവരാനുള്ള ഇളക്കി വിട്ടത്. അശ്വിൻ കുറച്ച് നേരമായിട്ട് നമുക്ക് തഴപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാനും കൊച്ചും വരത്തില്ലായിരുന്നു. അശ്വിനാണ് ഇളക്കി വിട്ടത്. ഞാൻ പിന്നെ ഇങ്ങനെ റിവേഴ്സ് നടക്കുന്നതിനൊരു കാരണമുണ്ട്. ഫ്രണ്ടിലോട്ട് നടന്നാൽ എൻ്റെ മുടി ഇങ്ങനെ ആയിപ്പോവും. റിവേഴ്സ് നടന്നാൽ സ്റ്റൈലായിട്ട് ബോളിവുഡ് നടിമാരെ പോലെ നടന്നു വരാം. അതുകൊണ്ടാണ് ഞാൻ റിവേഴ്സ് നടക്കുന്നത്. എനിക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ പ്രേതമായി പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെ താഴെ പോയി ക്യൂ നിൽക്കണ്ട, റോഡിൽ പോയി നിൽക്കുകയും വേണ്ട, കള്ളിൻ്റെ ഇടയിൽ ആവണ്ട, ഊബർ പിടിക്കണ്ട, കാറെടുത്ത് എവിടെയും പോകണ്ട. ഇവിടെ നിന്നാൽ തന്നെ ഈ ദുബായ് ക്രീക്ക് ഏരിയ തന്നെ ഫുള്ള് ഫയർ വർക്ക്സ് ഉണ്ട്. പ്ലസ് നമുക്ക് ഇവിടെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ബുർജ് ഖലീഫ ആൻഡ് എവറിത്തിങ് കാണാൻ പറ്റും. ബുർജ് ഖലീഫയിൽ ഉണ്ടാകുന്ന ഫയർ വർക്ക്സ്, ക്രീക്കിൻ്റെ ഫയർ വർക്ക്സ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ നിൽക്കുന്ന ഏരിയ തന്നെ അങ്ങ് അറ്റം വരെ ഉണ്ട്. എവിടെ വേണോ നിന്ന് വീഡിയോ എടുക്കാം. ഇനി അതും പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന സെറ്റപ്പാണ്. ബിക്കോസ് നമുക്ക് റൂമിന് ക്രീക്ക് വ്യൂ ആണ്. പിന്നെ അശ്വിനി ഞാനും ഒരു ചായയോ കോഫിയോ കിട്ടുമോ എന്ന് പ്രതീക്ഷയാണ് ഇവിടെ താഴെ വരെ വന്നത്. അവിടുത്തെ റെസ്റ്റോറൻ്റൊക്കെ അടച്ച് പൂട്ടി തോന്നി. ഇനിയിപ്പോൾ അകത്തിരുന്ന് കുടിക്കാനേ പറ്റത്തുള്ളൂ. നോക്കട്ടെ അല്ലേ? യെസ്. ഓമാ നിനക്ക് വേണു കോഫി? ചായ ഇഷ്ടമല്ല, കോഫി വേണു.